ഗോസംരക്ഷണത്തിന്റെ പേരിൽ ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഘപരിവാർ ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങി അഖിലേന്ത്യാ കിസാൻ സഭ. രാജ്യത്ത് വിദ്വേഷ ആക്രമണങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും തടയാൻ ശക്തമായ നിയമം വേണം. ഛത്തീസ്ഗഡിൽ മുസ്ലിം യുവാക്കളുടെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ സംഘപരിവാർ നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും കിസാൻ സഭ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയുണ്ടായതിനു പിന്നാലെ നിരവധി അക്രമ സംഭവങ്ങൾ ഗോസംരക്ഷണത്തിന്റെ പേരിൽ സംഘപരിവാർ നടത്തുകയാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ആരോപിച്ചു. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ മാസം 3 മുസ്ലിം യുവാക്കളെ പശുക്കടത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ യുവമോർച്ച നേതാവിനടക്കം പ്രതികളെ ബിജെപി സർക്കാർ സംരക്ഷിക്കുകയാണ്. വിദേശ ആൾക്കൂട്ട അക്രമങ്ങൾ തടയാൻ ശക്തമായ നിയമം വേണമെന്നും കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ആവശ്യപ്പെട്ടു. ജൂൺ 7-ാം തീയതി ഛത്തീസ്ഗഡിൽ 3 മുസ്ലിം യുവാക്കളെയാണ് ഗോരക്ഷയുടെ പേരിൽ കൊന്നൊടുക്കിയത്. ഈ രീതിയിലുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ തടയാൻ മോബ് ലിഞ്ചിങ്ങിനെതിരെ ഒരു നിയമം കൊണ്ടുവരണം, ഹേറ്റ് ക്രൈംസിനെതിരെ ഒരു നിയമം കൊണ്ടുവരണം എന്ന ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എരുമകളെ കൊണ്ടുപോയ വാഹനമാണ് ഗോരക്ഷകർ എന്ന പേരിൽ സംഘപരിവാർ തടഞ്ഞ ക്രൂരകൃത്യം നടത്തിയത്. മാട് വ്യവസായത്തെ തകർക്കുന്ന ആസൂത്രിതമായ ശ്രമമാണിതെന്ന് കിസാൻ സഭ ഫിനാൻസ് സെക്രട്ടറി പി കൃഷ്ണപ്രസാദ്. നരേന്ദ്രമോദി അധികാരത്ത് വന്ന ശേഷം ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ഒരു ബിസിനസ് എന്ന് പറയുന്നത് ബീഫ് എക്സ്പോർട്ടാണ്. മാട്ടിറച്ചി കയറ്റുമതി. ഈ മാട്ടിറച്ചി കയറ്റുമതി ചെയ്യുന്ന വൻകിട കമ്പനികളിൽ ബഹുഭൂരിപക്ഷവും BJPയുടെയും RSSൻ്റെയും ശക്തമായ പിന്തുണയുള്ളവരുടേതാണ്. അവരുടെ നേതാക്കൾ ഉൾപ്പെടെ അതിൽ ഷെയർ ഉള്ളവരാണ്. ഇപ്പം അവർ ഈ പറഞ്ഞ അക്രമം നടത്തുന്നതിലൂടെ സംഭവിക്കുന്നത് കർഷകർക്ക് അവരുടെ മൃഗങ്ങളെ വിൽക്കുമ്പോൾ വില കിട്ടുന്നില്ല. അപ്പോൾ കർഷകരുടെ വരുമാനം ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഛത്തീസ്ഗഡിൽ കൊല്ലപ്പെട്ട യുവാക്കളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. ആശ്രിതർക്ക് സർക്കാർ ജോലി നൽകണമെന്നും കിസാൻ സഭ ആവശ്യപ്പെട്ടു. വിദേശ ആക്രമണങ്ങൾക്കെതിരെ ജൂലൈ 24 രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കിസാൻ സഭ അറിയിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.